ഇതെന്താ അറിയോ? വെറും ഉണ്ടല്ല, ഗോതമ്പുണ്ട. ആൻഡ് ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കൊഴുക്കട്ട. പക്ഷെ ഇത് സാധാ കൊഴുക്കട്ടയല്ല, മീൻ കൊഴുക്കട്ട. ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് ട്യൂണ. നിങ്ങൾക്ക് ഇത് സംഭവിക്കാറുണ്ടോന്ന് എനിക്കറിയില്ല. എപ്പോഴേലും കടയിൽ പോകുമ്പോൾ ക്യാൻഡ് ട്യൂണ ഒരുപാട് അങ്ങ് മേടിച്ചു വെക്കും. കുറെ മാസങ്ങൾ കഴിയുമ്പോഴായിരിക്കും ഇതൊരു മുക്കിൽ പൊടി പിടിച്ചിരിക്കണ കാണുന്നത്. അങ്ങനെ കാലങ്ങളായി കാത്തു സൂക്ഷിച്ചു വെച്ച എന്റെ പാൻട്രിയിൽ ഉണ്ടായിരുന്ന ട്യൂണയാണ് ഇന്ന് എന്റെ പള്ളിയിലെത്തിയത്. അതിനും വേണ്ടേ ജീവിതത്തിൽ ഒരു മോക്ഷം. പണ്ട് വീട്ടിലൊരു സൽക്കാരം ഉണ്ടായപ്പോ ഈ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ മീൻ കൊഴുക്കട്ട എന്റെ ഉമ്മയും അമ്മായിമാരും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് മീനിന്റെ മുള്ള് എടുത്ത് മാറ്റി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്തിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഭയങ്കര സില്ലി ആയിട്ട് തോന്നിയേക്കാം, പക്ഷെ അന്നത്തെ ആ കൊഴുക്കട്ടയുടെ മണം ഉണ്ടല്ലോ, അത് ഇപ്പോഴും എന്റെ മനസ്സിൽ ലിങ്കർ ചെയ്യാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് അന്നത്തെ 4 അയലത്ത് പോലും എത്തൂലെങ്കിലും അന്നത്തെ കൊഴുക്കട്ടയുടെ ഒരു ഓർമ്മ ഇതിനുണ്ടാക്കാൻ പറ്റിയതിന്റെ ഒരു സുഖം അത് വേറെ തന്നെയാണ്. എന്ത് ഫുഡ് കിട്ടിയാലും മണത്തതിന് ശേഷം മാത്രം കഴിക്കുന്ന ഒരാളാണ് ഞാൻ. ചിലവർക്ക് അത് കാണുന്നത് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ചിലവർ എന്നോട് ചോദിക്കും, എന്തിനാ ഫുഡ് ഇങ്ങനെ മണക്കണേ? മേ ബി ഇറ്റ്സ് അഗൈൻസ്റ്റ് ദെയർ ടേബിൾ എറ്റിക്കറ്റ്. ഇൻ മൈ പെർസ്പെക്റ്റീവ്, ഫുഡ് നമുക്ക് ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ നമ്മുടെ എല്ലാ സെൻസസും വർക്ക് ചെയ്യണം. ഫുള്ള് ഡ്രൈ ഔട്ട് ആയിട്ടില്ല, ഇപ്പോഴും മോയ്സ്ചർ ഉണ്ട്. ആ ഫുഡിന്റെ ഭംഗി കാണാൻ പറ്റണം, അതിന്റെ ടെക്സ്ചർ തൊട്ടറിയണം, അത് മണത്ത് നോക്കണം. എന്നിട്ട് നമ്മളത് ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് കഴിച്ചു എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് വരണം. Let me know in the comments what you guys feel about it. ഒന്ന് കഴിച്ചാൽ തന്നെ വേറെ ഫുള്ളാവും.